ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വലിയ സർക്കിൾ കാർഡ്ബോർഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ കാർഡ്ബോർഡാണ്. അപ്പോൾ ഇത് ഈ ഒരു സർക്കിളിൽ പെയിൻറ്റ് അടിച്ച് കൊടുത്തത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് അടിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ഭംഗി. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം കുറച്ച്. അപ്പോൾ ഞാൻ പിസ്താഷ്യോ കൊണ്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഇതേ കാർഡ്ബോർഡിൽ നിന്ന് തന്നെ 3 ചെറിയ സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഫെവിബോണ്ടിൻ്റെ പശ ഞാൻ ഇതുപോലെ ഒട്ടിച്ചിട്ട് ഓരോരോ പിസ്താഷ്യലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഫെവിബോണ്ടിൻ്റെ പശയായിരിക്കും ഒന്നും കൂടെ നല്ലത് ഒട്ടിയിരിക്കാനായിട്ട്. നമ്മൾ പെട്ടെന്ന് പറഞ്ഞൊന്നും പോവില്ല. അല്ലെങ്കിൽ ഫെവിക്വിക്കാണെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ അവരുടെ വെള്ളപ്പശ ഉണ്ടല്ലോ, അത് അത്ര ഒട്ടിയിരിക്കില്ല. എൻ്റെ പകുതി ചെയ്തു വന്നപ്പോൾ ആ ഒരു മഞ്ഞ പശ തീർന്നു പോയി. അതുകൊണ്ടാണ് ഞാൻ വെള്ളപ്പശ എടുത്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ ഫ്ലവറായിട്ട് കിട്ടും. അങ്ങനെ 3 എണ്ണം നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ വെള്ളപ്പശ എടുത്തത്. എൻ്റെ ഫെവിബോണ്ട് തീർന്നു പോയി പകുതി ആയപ്പം. അത്ര നല്ലതായിട്ട് ഒട്ടിയിരിക്കത്തൊന്നുമില്ല. പെട്ടെന്ന് പറഞ്ഞു പോകും. പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കളറ്, നേരത്തെ ആ പിസ്താഷ്യയിൽ കളർ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഇതൊരു ആവശ്യത്തിനെടുത്ത പിസ്താഷ്യലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അതിൽ നിന്ന് പറിച്ചെടുത്തതാണ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 3 ഫ്ലവർ ഇതാണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു ബ്ലാക്ക് സർക്കിൾ ഉണ്ടല്ലോ വലിയത്, അപ്പോൾ അതിലൂടെ നമ്മളിത് ഒട്ടിച്ച് കൊടുക്കണം. അതിന് മുമ്പ് ഞാൻ കളർ അടിക്കുന്നുണ്ട്. ഒന്നിന് മഞ്ഞ കളറ്, പിന്നെ ഒന്നിന് റെഡ്, ഓറഞ്ച് അങ്ങനെ അടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് കണ്ടോ വലിയൊരു ഫ്ലവർ ഞാൻ ആദ്യം കാണിച്ചത്. അത് ഞാൻ എൻ്റെ ടേബിളിൽ വെക്കാനായിട്ട് ചുമ്മാ ഉണ്ടാക്കിയതാണ്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു വാൾ ഡെക്കർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതുപോലെ ഞാൻ കളർ അടിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള കളർ അടിച്ച് കൊടുക്കാം കേട്ടോ, റെഡോ ഇഷ്ടമുള്ള കളർ അടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ റെഡും ഓറഞ്ചും യെല്ലോയാണ് കൊടുത്തത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് പറയുന്നത് ഫ്ലവേഴ്സിൻ്റെ. പിന്നെ നമ്മൾ ആ വലിയ സർക്കിളിലോട്ട് ഇതെല്ലാം ഈ ഒരു ഓർഡറിൽ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഞാനതിൽ ഹോം എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഹോം എന്നല്ലെങ്കിൽ ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയാണ് എഴുതി കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ നമ്മുടെ ഗ്രീൻ കളർ ഉപയോഗിച്ച് കുറച്ച് ലീവ്സും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫ്ലവർ ഉണ്ടാവുകൊണ്ട് ഒന്നും കൂടെ ഭംഗിയാക്കാനായിട്ട് കുറച്ച് ലീഫും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഹോമം തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിയെടുക്കാം. ഞാനിപ്പോൾ ഹോമെന്നാണ് എഴുതി കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്രീൻ കളർ എടുത്തിട്ട് ഞാൻ കുറച്ച് ലീഫ് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഫ്ലവേഴ്സ് വരച്ചു, അപ്പോൾ കുറച്ച് ലീവ്സും കൂടെ വരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നും കൂടെ ഭംഗിയായിട്ട് കിട്ടും. ലീഫ് വരച്ചപ്പോൾ എനിക്ക് ഒന്നും കൂടെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്തരമുള്ളൂടെ നമുക്ക് സിമ്പിളായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വാൾ ഡെക്കറാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.